സൺഡേ ഞാൻ രാവിലെ എഴുന്നേൽപ്പോഴേക്കും ഉമ്മച്ചി പത്തിരി പ്രസ്സിൽ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് പരത്തിയെടുത്ത് ചുട്ടെടുത്താൽ മതിയായിരുന്നേ. അങ്ങനെ തന്നെ ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ സൺഡേ അല്ലേ എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ തന്നെ കുക്കറിൽ നോക്കിയപ്പോഴത്തേക്കും കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതാ കറിയൊക്കെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തിരിയും ചുട്ടുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ളത് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറാണ് വയ്ക്കുന്നത്. തേങ്ങാച്ചോറ് വയ്ക്കാൻ എളുപ്പമാണ്. നമുക്ക് കുറച്ച് സവാള, ഇഞ്ചി, കുറച്ച് സ്പൈസസ് എല്ലാം കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. തേങ്ങ ഞാൻ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന ആ ഒരു കണക്കാണ് കേട്ടോ നമുക്കിതിനകത്ത് വേണ്ടത്. അപ്പോൾ വെള്ളത്തിനും പകരം തേങ്ങാപ്പാലായിരിക്കണം കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ പിന്നെ 2 ഗ്ലാസ് വെള്ളം കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ എല്ലാം ശരിയായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അരിയും ഇട്ടിട്ട് ഫുള്ളിലിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ 2 വിസിൽ കേൾക്കുമ്പോഴേക്കും കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് ഓഫ് ചെയ്യാവേ. അപ്പോഴേക്കും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ തേങ്ങാച്ചോറ്. അതിനിടയ്ക്ക് പപ്പടം പരിപ്പ് കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറും പരിപ്പും പപ്പടവും നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇക്ക് പറഞ്ഞാൽ നമുക്ക് ലുലു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ലുലു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ട് 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നേ. അത് പിന്നെ കളിക്കിനെടുത്തിട്ട് പോയപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവിടെ നല്ല പിള്ളേർ എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലുലുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ. ഓക്കെ, ബൈ.